ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അർണൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ലിവർ ഫ്രൈ. ഇത് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അർണൂസ് കിച്ചൺ കാണുന്നതെങ്കിൽ അഥവാ ഇതുവരെ അർണൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഞാനിവിടെ അരക്കിലം ലിവർ എടുത്തിട്ടുണ്ട്. ഇത് നല്ല വെള്ളത്തിൽ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്താണ്. അതുകൂടാഞ്ഞിട്ട് ഞാൻ ഒരു 2 സ്പൂൺ വിനാഗിരിയിൽ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇപ്പോൾ വിനാഗിരിയിൽ കഴുകി തന്നെ നമ്മുടെ ലിവറിൻ്റെ ഒരു സ്മെല്ല് മാറിക്കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വിനാഗിരിയിലൊന്ന് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ച ലിവറാണിത്. ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ മല്ലിപ്പൊടി ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് പൊടിച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്കൊരു 1/2 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക്കും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ലിവർ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഞാൻ 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് എന്നാ യൂസ് ചെയ്യാൻ പറ്റും അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 സവാള വലിയതായിട്ടുള്ള. അപ്പോൾ അധികം സവാള ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ സവാളക്ക് വില കൂടുതൽ കാരണം ഞാൻ 2 സവാള മാത്രമേ ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അത് നീളത്തിൽ ചെറുതായി അരിഞ്ഞതാണിത്. നമുക്കത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ ഗോൾഡൻ കളറൊന്നും ആവണ്ട, സവാള ഒന്ന് വെന്ത് കിട്ടണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും 6 വെളുത്തുള്ളിയും 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് വരുത്താം. ഞാൻ പച്ചമുളക് എൻ്റെ വലിയ എരിവൊന്നുമില്ല, വലുപ്പമുള്ള പച്ചമുളകൊന്നും ഇവിടെ എരിവില്ല. അതുപോലെ ലിവർ ഫ്രൈക്ക് ഞാൻ കൂടുതലായിട്ട് എരിവ് കുരുമുളകിൻ്റെ എരിവാണ് കൂടുതലായിട്ട് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതേപോലെ തന്നെ മുളക് പൊടി 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ ലിവറിൽ ചേർത്ത എല്ലാ മസാലപ്പൊടി തന്നെയാണ് ഈ ഉള്ളിയിലേക്കും ചേർക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടിയും 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയുടെ പച്ചമണം മാറുന്നതിന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ലിവറിന് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ. അപ്പോൾ ഞാൻ മുളക് പൊടിയൊക്കെ എരിവൊക്കെ കുറച്ചിട്ടാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. കുരുമുളക് പൊടി മാത്രമേ കുറച്ച് കൂടുതലായിട്ട് ഈ ലിവർ ഫ്രൈയിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഈ മസാലയുടെ പച്ചമണം മാറുന്നതിന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ലിവർ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്.
അപ്പോൾ ഈ മസാലകളെല്ലാം നന്നായിട്ട് ലിവറിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലിവർ വേകാനുള്ള ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ മിക്സ് ചെയ്ത അതേ പാത്രത്തിലാണ് കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ലിവറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഞാൻ 15-20 മിനിറ്റ് ലിവർ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് പെരിഞ്ജീരകമാണ്. നമുക്കൊരു 1/4 സ്പൂൺ പെരിഞ്ജീരകം ഞാനൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്. നമുക്കത് ഇട്ട് കൊടുക്കാം. നമുക്ക് ലിവർ നല്ല ഡ്രൈ ആയിട്ടാണ് ലിവർ ഫ്രൈ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതുവരെ നന്നായിട്ടൊന്ന് നമുക്ക് വാട്ടിയെടുക്കുന്ന രീതിയിൽ ഇതിൻ്റെ ഫുൾ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈൻ്റെ വെള്ളം ഫുള്ളായിട്ട് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 2 സ്പൂൺ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ലിവർ. അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈഡ് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടിയും നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു തവണയെങ്കിലും പരീക്ഷിച്ച് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. സെർവിൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.